+1 ബോട്ടണിയിൽ ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ലെസണിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഈ വീഡിയോ. വരുന്ന പരീക്ഷയ്ക്ക് ഉള്ള ഫോക്കസ് പോയിന്റുകളിൽ നിന്ന് ഉള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Question number 1. Standing under the shade of a tree is cooler than inside a house. Give reason. ഒരു വീട്ടിനുള്ളിൽ നിൽക്കുന്നതിനേക്കാൾ തണുപ്പ് ഒരു മരത്തണലിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നു. കാരണം എഴുതുക. ആൻസർ: മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് മോർ ഡ്യൂ ടു ഹൈ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ വഴി പുറത്തു വരുന്ന ജലം തൊട്ടടുത്തുള്ള ചെടിയുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിർത്തുകയും ഈ ഈർപ്പം കൂടുതൽ വേപ്പറൈസേഷൻ നടക്കുന്നതിന് കൂടുതൽ താപം അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള അന്തരീക്ഷം തണുപ്പുള്ളതായിത്തീരുന്നു. Question number 2. Bacteria cannot survive in a highly salted pickle. Give your answer. ഉപ്പ് അധികമിട്ട അച്ചാറുകളിൽ ബാക്ടീരിയയ്ക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഉത്തരം തരിക. ആൻസർ: Due to exosmosis, bacterial cell loses water into the pickle medium. This will make the cell flaccid. The cell shrinks and dies off. അച്ചാറിൽ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞിരിക്കും. വന്നുപെടുന്ന ബാക്ടീരിയ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കുകയും വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് അച്ചാറിലേക്ക് എക്സോസ്മോസിസ് വഴി പുറത്തു വരികയും ചെയ്യുന്നു. എക്സോസ്മോസിസ് റിസൾട്ട്സ് ഇൻ ദി ഫ്ലാക്സിഡിറ്റി ഓഫ് ദി ബാക്ടീരിയൽ സെൽസ്. തുടർന്ന് ഇത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥിതി കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് മാക്സിമം വെള്ളം പുറത്തു പോവുകയും ബാക്ടീരിയൽ സെൽ നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബാക്ടീരിയൽ സെല്ലുകൾക്ക് അച്ചാറിൽ ജീവിക്കാൻ സാധ്യമല്ല. Question number 3. റബ്ബർ ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിങ് സമ്മർ. വേനൽക്കാലത്ത് റബ്ബർ മരങ്ങളുടെ ഇലകൾ കൊഴിയുന്നു. ഗീവ് റീസൺ. ഈസ് ഇറ്റ് ഹാംഫുൾ ടു ദി റബ്ബർ ട്രീസ്. കാരണം എഴുതുക. ഇത് റബ്ബർ മരങ്ങൾക്ക് ഹാനികരമാണോ? ആൻസർ: ടു അവോയ്ഡ് എക്സസ് ട്രാൻസ്പിറേഷൻ. വേനൽക്കാലത്ത് വാട്ടർ സ്കേഴ്സിറ്റി നിലനിൽക്കുമ്പോൾ ഇലകളിൽ നിന്നുള്ള ട്രാൻസ്പിറേഷൻ വഴി നഷ്ടപ്പെടുന്ന ജലനഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെടികൾ ഇല പൊഴിക്കുന്നത്. ആൻസർ ടു ബി: നോ, this is not doing harm to rubber plant. Question number 4. When you cut the tip of a balsam plant, you see some liquid oozing out. നിങ്ങൾ ഒരു ബാൽസം ചെടിയുടെ അഗ്രം മുറിക്കുമ്പോൾ ഒരു തരം ദ്രാവകം പുറത്തു വരുന്നതായി കാണപ്പെടുന്നു. എ. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ബി. നെയിം ദിസ് ഫിനോമിനൻ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ പ്രതിഭാസത്തിൻ്റെ പേര് എഴുതുക. ആൻസർ: Due to the development of a hydrostatic pressure, that is root pressure, in the root system, the water from the under part of the plant is pushed out through the tip of the cut stem, and the process is called exudation, and it is due to the root pressure created in the roots. ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡിൽ ബാൾസമിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് അതിൽ നിന്ന് ഊറി വരുന്ന എക്സ്യൂഡ് ചെയ്യുന്ന സാപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് റൂട്ട് പ്രഷർ കൊണ്ട് തള്ളി വരുന്നതാണ്. Question number 5. അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേസ് ആർ ദി ടു ഡിസ്റ്റിങ്ക്റ്റ് പാത്വേസ് ഓഫ് വാട്ടർ ടു മൂവ് ഡീപ്പർ ഇൻ ടു ദി റൂട്ട് ലെയേഴ്സ്. വേരിൻ്റെ അകത്തെ പാളികളിലേക്ക് വെള്ളം എത്തിച്ചേരുന്നത് അപ്പോപ്ലാസ്റ്റ്, സിംപ്ലാസ്റ്റ് എന്നീ വഴികളിലൂടെയാണ്. എ. Which is the only pathway through which water can enter the vascular cylinder? Why? A. Which is the only pathway through which water can enter the vascular cylinder? സംവഹന വ്യൂഹത്തിലേക്ക് വെള്ളം എത്തിച്ചേരുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ്. ആ വഴി ഏതാണ്? ബി. വൈ. എന്തുകൊണ്ട്? ആൻസർ: സിംപ്ലാസ്റ്റ്. In apoplast pathway, cortex is blocked by Casparian strip in the endodermis. അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് സിസ്റ്റത്തിലൂടെയുള്ള ഒരു വാട്ടർ മൂവ്മെൻറ്റ് ആണ്. അതായത് സെൽ വോളിനും സെൽ മെംബ്രെയിനും ഇടയിലൂടെയുള്ള സ്പേസിലൂടെ വാട്ടർ മൂവ് ചെയ്യുന്നു. ഇത് എൻഡോഡെർമിസിൻ്റെ ഭാഗത്തെത്തുമ്പോൾ കാസ്പറിയൻ സ്ട്രിപ്പുള്ള എൻഡോഡെർമിസ് സെല്ലുകളിലൂടെ ഈ വാട്ടറിന് കടന്നു പോകാൻ കഴിയില്ല. അതിനാൽ
വാട്ടർ മൂവ്മെൻറ്റ് എൻഡോഡെർമിസ് ഭാഗത്ത് എത്തുമ്പോഴേക്കും കാസ്പറിൻ സ്ട്രിപ്പ് ഇല്ലാത്ത പ്രോട്ടോസൈലം വെസലിന് ഓപ്പോസിറ്റുള്ള എൻഡോഡെർമിസ് സെല്ലിലേക്ക് ഈ വെള്ളം കടന്നു ചെന്ന് സിംപ്ലാസ്റ്റ് പാത്വേയിലൂടെ, അതായത് സൈറ്റോപ്ലാസത്തിലൂടെ അകത്തേക്ക് കയറുന്നു. അതുകൊണ്ടാണ് വാട്ടർ മൂവ്മെൻറ്റ് ഏത് രീതിയിലായാലും അവസാനം സിംപ്ലാസ്റ്റ് പാത്വേയിലൂടെ മാത്രമാണ് സൈലത്തിലേക്ക് വെള്ളം കടന്നു ചെല്ലുന്നത്. വെള്ളം കടത്തിവിടുന്ന സ്പെഷ്യൽ എൻഡോഡെർമിസ് സെല്ലുകളെ പാസേജ് സെൽസ് എന്ന് വിളിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. It is difficult to open and close wooden doors and windows during rainy season. തടി കൊണ്ടുള്ള വാതിലുകളും ജനലുകളും മഴക്കാലത്ത് തുറക്കാനും അടയ്ക്കാനും പ്രയാസമാണ്. എ. വാട്ട് ഈസ് ദ റീസൺ? ഇതിൻ്റെ കാരണമെന്ത്? ബി. ഡിഫൈൻ ഇംബൈബിഷൻ. ബി. ആപാനം നിർവചിക്കുക. ആൻസർ എ. അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് മോയ്സ്ചർ ഡ്യൂറിങ് റെയിനി സീസൺ. Wood absorbs moisture from the atmosphere through imbibition and expands. B. Answer to the B question. Absorption of water molecules by hydrophilic colloids without forming a solution is known as imbibition. Question number 7. The figures given below show opened and closed stomata. താഴെ തന്നിരിക്കുന്നത് തുറന്നതും അടഞ്ഞതുമായ ആസ്യരന്ധ്രങ്ങളുടെ ചിത്രങ്ങളാണ്. എ. വൈ ഡു പ്ലാന്റ്സ് നീഡ് സ്റ്റൊമാറ്റ? ചെടികൾക്ക് ആസ്യരന്ധ്രങ്ങളുടെ ആവശ്യകത എന്ത്? ബി. വാട്ട് ആർ ദി ടെർഗർ ഓപ്പറേറ്റഡ് വാൽവ്സ് ഇൻ പ്ലാന്റ്സ്? ചെടികളിലെ ടെർഗർ ഓപ്പറേറ്റഡ് വാൽവുകൾ ഏവ? ആൻസർ എ. ഫോർ ട്രാൻസ്പിറേഷൻ. ലോസ് ഓഫ് വാട്ടർ ഇൻ ദി ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ ദി സ്റ്റൊമാറ്റ ഈസ് നോൺ ആസ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ നടത്തുന്നതിനാണ് സ്റ്റൊമാറ്റ ഉള്ളത്. ബി. ഗാർഡ് സെൽസ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയ്ക്ക് ചുറ്റുമുള്ള ഗാർഡ് സെൽസാണ് വാൽവുകളായി പ്രവർത്തിക്കുന്നത്. രണ്ട് ഗാർഡ് സെൽസിൻ്റെയും ഉള്ളിലുള്ള തിക്ക് വോൾസ് പരസ്പരം അകന്നു മാറി ഓപ്പൺ ചെയ്യുന്നതും അവ പരസ്പരം കൂടിച്ചേർന്ന് സ്റ്റോമ ക്ലോസ് ആകുന്നതും ഗാർഡ് സെൽസിൽ നടക്കുന്ന ടെർഗർ പ്രഷറിലുള്ള ചേഞ്ച് കൊണ്ടാണ്. അതിനാലാണ് ഗാർഡ് സെൽസിനെ ടെർഗർ ഓപ്പറേറ്റഡ് വാൽവ്സ് എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. Observe the picture, identify the process and parts labeled 1, 2, 3. ചിത്രം നിരീക്ഷിച്ച് 1, 2, 3 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളും പ്രവർത്തനങ്ങളും കണ്ടുപിടിച്ച് എഴുതുക. ആൻസർ 1. യൂണിപോർട്ട്. 2. ആൻറ്റിപോർട്ട്. 3. സിംപോർട്ട്. With regard to the movement of molecules against the wall in facilitated diffusion, some carrier proteins allow diffusion only if two types of molecules move together. They may be of 3 kinds: symport, antiport and uniport. In symport, both types of molecules cross the membrane in the same direction. In antiport, both the molecules cross in opposite directions. In uniport, molecules move across a membrane independent of other molecules. Number 9. Few dry seeds are immersed in water for some period of time. കുറച്ച് ഉണങ്ങിയ വിത്തുകൾ വെള്ളത്തിൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഇടുന്നു. എ. വാട്ട് വിൽ ഹാപ്പൻ ടു ദീസ് സീഡ്സ്? വിത്തുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ബി. നെയിം ദി ഫിനോമിനൻ. ഈ പ്രതിഭാസത്തിൻ്റെ പേരെഴുതുക. സി. ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്പ് ഇൻ സീഡ് ജെർമിനേഷൻ? ഈ പ്രതിഭാസം വിത്ത് മുളയ്ക്കലിന് എങ്ങനെ സഹായകമാകുന്നു? ആൻസർ. ദി സീഡ്സ് ബിക്കം സോളൻ. ആൻസർ ടു ബി പാർട്ട്. ഇംബൈബിഷൻ ഈസ് ദി പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് സി. ഇറ്റ് ഹെൽപ്സ് ദ സീഡ്ലിംഗ് ടു എമർജ് ഫ്രം ദി സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. എ പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഫോർ ഫ്യൂ മിനിറ്റ്സ്. ഒരു സസ്യകോശത്തെ സ്വേദിത ജലത്തിൽ കുറച്ചു മിനിറ്റ് നേരം ഇടുന്നു. എ. വാട്ട് വിൽ ഹാപ്പൻ ടു ദി പ്ലാന്റ് സെൽ? സസ്യകോശത്തിന് എന്ത് സംഭവിക്കുന്നു? ബി. വൈ? എന്തുകൊണ്ട്? സി. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന വാക്കുപയോഗിച്ച് ഈ പ്രതിഭാസത്തെ വിവരിക്കുക. ആൻസർ എ. ദി പ്ലാന്റ് സെൽ ബിക്കംസ് ടർജിഡ്. ആൻസർ ടു ബി പാർട്ട്. എൻഡോസ്മോസിസ് occurs. Endosmosis is the movement of water from the surroundings into the cell. C. Since water potential is high outside the plant cell,
distilled water enters into the cell and the cell becomes turgid. C. Since water potential is high outside the plant cell, distilled water enters into the cell. Question number 11. Match the following. A column. A. Apoplast. B. Transpiration. C. Mass flow hypothesis. And D. Osmosis. B column. Phloem transport, semi-permeable membrane, cell wall and stomata. Answer. Apoplast cell wall, transpiration stomata, mass flow hypothesis phloem transport, osmosis semi-permeable membrane. Question number 12. Suggest reason for the following. താഴെ പറയുന്ന പ്രസ്താവനകൾക്ക് കാരണം കണ്ടെത്തുക. A. In tomato plants, drops of water seen along leaf margins in the morning. തക്കാളി ചെടിയുടെ ഇലകളുടെ അരികിൽ പ്രഭാത സമയത്ത് ജലത്തുള്ളികൾ കാണപ്പെടുന്നു. ബി. ഫാമേഴ്സ് റിമൂവ് ലീവ്സ് ഓഫ് ബനാന പ്ലാന്റ്സ് ബിഫോർ പ്ലാന്റിംഗ്. കർഷകർ വാഴ നടുന്നതിന് മുമ്പ് ഇലകൾ മുറിച്ചു മാറ്റുന്നു. ആൻസർ. എ. ഗട്ടേഷൻ. ബി. ടു റെഡ്യൂസ് ട്രാൻസ്പിറേഷൻ. Question number 13. 3 potato pieces of equal weight, 2 grams, were left in 3 types of solutions A, B and C overnight. The weight change of potato pieces are shown in the figure. Before putting in the solution, after putting in the solution. ലൈനിൽ ഇടുന്നതിന് മുമ്പും ലൈനിൽ ഇട്ടു വച്ചതിന് ശേഷവും. ഒരേ ഭാരം ഉള്ള 3 കഷ്ണം ഉരുളക്കിഴങ്ങ് ഒരു രാത്രി 3 തരം ലായനികളിൽ ഇട്ടു സൂക്ഷിച്ചു. ഇതിന് ശേഷം 3 കഷ്ണങ്ങൾക്കുമുണ്ടായ ഭാരവ്യതിയാനം ചിത്രത്തിൽ സൂചിപ്പിക്കുന്നു. എ. ഐഡൻറ്റിഫൈ ദി സൊല്യൂഷൻ എ ആൻഡ് സി. ലൈനി എയും സിയും തിരിച്ചറിയുക. ബി. ഡിസ്കസ് ദി റീസൺ ഫോർ നോട്ട് ഹാവിങ് എനി ചേഞ്ച് ഇൻ ദി പീസ് പുട്ട് ഇൻ സൊല്യൂഷൻ ബി. സൊല്യൂഷൻ ബിയിൽ ഇട്ടുവച്ച കഷ്ണത്തിന് വ്യതിയാനമുണ്ടാകാത്തതിന് കാരണം വ്യക്തമാക്കുക. ആൻസർ. എ. ഐഡൻറ്റിഫൈ ദി സൊല്യൂഷൻ എ ആൻഡ് സി. എ സൊല്യൂഷൻ ഈസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ദറ്റ് ഈസ് മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ വിത്ത് ലോ വാട്ടർ പൊട്ടൻഷ്യൽ. സി സൊല്യൂഷൻ, ഇറ്റ് ഈസ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ, ദറ്റ് ഈസ് ലെസ് കോൺസെൻട്രേറ്റഡ് ദാൻ ദി സെൽസാപ്പ് ഓർ സൊല്യൂഷൻ വിത്ത് high water potential. Now the B question, there is no change in the piece put in solution B. B solution is isotonic or osmotic pressure of the external solution and cell-sap are same, or solution with the same water potential. In potato piece and also in the surrounding solution, both are having the same concentration, so that no net flow of water towards inside or outside the potato pieces. അതുകൊണ്ടാണ് ബി കഷ്ണത്തിലെ വെയിറ്റ് മാറാതിരുന്നത്. Question number 14. The diagram below shows that a few cells are placed in water. താഴെ കാണുന്ന ചിത്രത്തിൽ ജലത്തിൽ കുറേ കോശങ്ങൾ കാണാം. എ. Name the process. B. When you place the same cells in a concentrated salt solution, what change will take place? Explain the process. ഇവിടെ നടക്കുന്ന പ്രക്രിയ ഏത്? ഇതേ കോശങ്ങളെ പൂരിത ലായനിയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? പ്രക്രിയ വിശദീകരിക്കുക. ആൻസർ. എ. It is endosmosis, that is the water from the beaker will enter into the cells and the cell becomes turgid. B. Exosmosis and plasmolysis. പൂരിത ലായനിയിൽ ഇട്ട് വച്ചാൽ എക്സോസ്മോസിസ് വഴി പ്ലാസ്മോളൈസിസ് നടക്കും. When turgid cell is placed in a concentrated salt solution, exosmosis takes place. As a result of exosmosis, the protoplast withdraws from the cell wall. This withdrawal of the protoplast from the cell wall due to exosmosis is known as plasmolysis. As a result of the plasmolysis, the cell becomes flaccid. സെൽ പ്ലാസ്മോളൈസിസ് നടന്ന് ചുരുങ്ങിപ്പോകുന്നതിന് പറയുന്ന അവസ്ഥയാണ് ഫ്ലാക്സിഡ്. Question number 15.
Vishal designed an experiment to study plant and water relationship. He cut 5 blocks of potato and measured the mass of each block. He then placed each block in different concentrations of sucrose solutions. Table shows the results. ജലവും സസ്യങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശാൽ ഒരു പരീക്ഷണം ആവിഷ്കരിച്ചു. അവൻ ഉരുളക്കിഴങ്ങിൽ നിന്നും 5 കഷ്ണങ്ങൾ മുറിച്ചെടുത്തു. ഓരോ കഷ്ണവും വ്യത്യസ്ത ഗാഢതയിലുള്ള സുക്രോസ് ലായനിയിൽ ഇട്ടുവച്ചു. താഴെ കാണുന്ന ടേബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റിസൾട്ട് കിട്ടി. 3 കോളങ്ങളിലായി റിസൾട്ട് എഴുതിയിരിക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് സുക്രോസ്, മാസ് ഓഫ് പൊട്ടറ്റോ ഇൻ ഗ്രാംസ് ബിഫോർ സോക്കിംഗ്, മാസ് ഓഫ് പൊട്ടറ്റോ ഇൻ ഗ്രാംസ് ആഫ്റ്റർ സോക്കിംഗ്. Explain what happened to the potato blocks that were placed in A. Sucrose solution with a concentration of 0.25 molar. B. Sucrose solution with a concentration of 1.0 molarity. താഴെ പറയുന്ന ലൈനിൽ ഇട്ട പൊട്ടറ്റോ കഷ്ണങ്ങൾക്ക് എന്തു സംഭവിച്ചു? എ 0.25 മോളാർ ലൈനി, ബി 1.0 മോളാർ ലൈനി. Answer: 0.25 molar solution is hypotonic and causes endosmosis. Hence, the mass of potato block is increased. B. 1.25 molar solution is hypertonic solution and causes exosmosis. Hence, the mass of potato block is reduced. Question number 16. Observe the relationship between the first 2 terms and fill up the blanks. ആദ്യത്തെ 2 പദങ്ങളുടെ ബന്ധം പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾക്ക് അനുയോജ്യമായ പദം കണ്ടെത്തി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ. പ്രോട്ടോപ്ലാസം സെൽ മെംബ്രെയിൻ ഡാഷ് ടോണോപ്ലാസ്റ്റ്. ബി. സൈലം അപ്വേർഡ് കണ്ടക്ഷൻ ഡാഷ് ഡൗൺവേർഡ് ട്രാൻസ്ലോക്കേഷൻ. ആൻസർ: എ. വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് is the membrane around vacuole. And B. phloem. It is the pathway through which the downward translocation occurs. Question number 17. Given below is a diagram where hypotonic solution is separated by a semi-permeable membrane from a hypertonic solution and kept for a few hours. ഒരു ഹൈപ്പോട്ടോണിക് ലൈനിയെ ഒരു ഹൈപ്പർട്ടോണിക് ലൈനിൽ നിന്നും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി വേർതിരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ ഇത് ഇങ്ങനെ സൂക്ഷിക്കണം. എ. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദി സോൾവെൻറ്റ് മൂവ്? ഫ്രം എക്സ് ടു വൈ ഓർ വൈ ടു എക്സ്? സോൾവെൻറ്റ് ഏത് ദിശയിൽ ചലിക്കും? എക്സിൽ നിന്ന് വൈയിലോട്ടോ വൈയിൽ നിന്ന് എക്സിലോട്ടോ? ബി. നെയിം ദി പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി സോൾവെൻറ്റ്. സോൾവെൻറ്റ് ചലിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ആൻസർ: ദി സോൾവെൻറ്റ് മൂവ്സ് ഫ്രം എക്സ് ടു വൈ. എക്സിൽ നിന്നും വൈയിലേക്ക് സോൾവെൻറ്റ് മൂവ് ചെയ്യുന്നു. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് osmosis. The process of movement of water molecules from hypotonic solution to a hypertonic solution through a semi-permeable membrane is called osmosis. Question number 18. The outward pressure exerted on the cell wall by the fluid contents of a cell is called A. Turgor pressure, B. wall pressure, C. Imbibition pressure, D. osmotic pressure, E. Osmotic potential. Answer: Turgor pressure. Question number 19. Observe the figure given below. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. Identify the process demonstrated in the figure. Write the role of membrane in this process. ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രക്രിയ ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. ഈ പ്രക്രിയയിൽ സ്ഥലത്തിൻ്റെ പങ്ക് എന്താണ്? ആൻസർ: This is an apparatus setup to show the process of osmosis by thistle funnel experiment. Here, the bulb of the thistle funnel is covered by a semi-permeable membrane which is dipped in water containing in a beaker. The semi-permeable membrane allows only water molecules to enter into the thistle funnel where the concentrated sucrose solution is filled. Due to the highly concentrated solution in the thistle funnel, the
beaker containing water which is hypotonic solution. Water moves from the beaker into the tissue through the plasma membrane. This movement of water is called osmosis. The process demonstrated here is osmosis, and the membrane is acting as a semi-permeable membrane. Question number 20. Though transpiration results in loss of water, it has many purposes. List out any 4 advantages of transpiration. സസ്യസ്വേദനം മൂലം സസ്യത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടുമെങ്കിലും ഇതിന് ഒത്തിരി ഉപയോഗങ്ങൾ ഉണ്ട്. സസ്യസ്വേദനം കൊണ്ടുള്ള ഏതെങ്കിലും 4 പ്രയോജനങ്ങൾ എഴുതുക. അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പിറേഷൻ. 1. It creates transpiration pool for absorption and transport of water. 2. It supplies water for photosynthesis. 3. Transports minerals from soil to all the plant parts. 4. It cools leaf surfaces about 10 to 15 degrees Celsius by evaporative cooling. And 5. Maintains shape and structure of plants by keeping cells turgid. ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതുക. Question number 21. A cell when placed in a concentrated sucrose solution shrink after few hours. ഗാഢത കൂടിയ സുക്രോസ് ലായനിയിലിടുന്ന കോശം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ചുരുങ്ങുന്നു. ഐഡൻറ്റിഫൈ ദി ഫിസിക്കൽ ഫിനോമിനൻ ദാറ്റ് ലീഡ്സ് ടു ദി ഷ്രിങ്കേജ് ഓഫ് സെൽ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. കോശം ചുരുങ്ങുന്നതിന് കാരണമായ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് ഉത്തരം സാധൂകരിക്കുക. വെൻ എ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സുക്രോസ് സൊല്യൂഷൻ, ദി വാട്ടർ മോളിക്യൂൾസ് മൂവ് ഔട്ട് ഫ്രം ദി സെൽ ഇൻ ടു ദി മീഡിയം, and thereby the cell protoplasm is shrunken. This phenomenon is called plasmolysis, and the cell is called plasmolysed cell. Question number 22. Observe the following diagrams. ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. Explain what happens in the cells A and B. A, B എന്നീ കോശങ്ങളിൽ എന്ത് നടക്കുന്നുവെന്ന് വിവരിക്കുക. In cell A, water is moving out due to exosmosis, resulting in the shrinkage of protoplasm. This is called plasmolysis. So, a cell A is undergone plasmolysis and the cell A is called plasmolysed cell. In cell B, water enters into the cell so that the cell becomes turgid. So, the diagram B shows a turgid cell. Question number 23. Observe the figure given below. Write the process labeled as I. ചുവടെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് I എന്ന് അടയാളപ്പെടുത്തിയ പ്രക്രിയ എഴുതുക. ആൻസർ: ആൻറ്റിപോട്ട്. ഇൻ ആൻറ്റിപോട്ട് both the molecules cross in opposite directions. Other types of movements are uniport. Molecules move across a membrane independent of other molecules, and symport. Both the types of molecules cross the membrane in the same direction. Question number 24. In a classroom experiment, teacher placed splitted colocasia petiole, one each in 2 beakers, A and B, containing different solutions. After 30 minutes, the following changes were observed as shown below. By observing the changes, identify the solutions and explain the solutions. ഒരു ക്ലാസ് റൂം പരീക്ഷണത്തിൽ ടീച്ചർ വ്യത്യസ്ത ലായനികൾ നിറച്ച എ, ബി എന്നീ ബീക്കറുകളിൽ ഓരോ പിളർന്ന ചേമ്പില തണ്ട് ഇട്ടു. 30 നിമിഷങ്ങൾക്ക് ശേഷം ചിത്രത്തിലേതുപോലുള്ള മാറ്റം നിരീക്ഷിക്കുന്നു. മാറ്റം നിരീക്ഷിച്ച് ലായനികൾ തിരിച്ചറിയുക. ലായനികൾ വിശദമാക്കുക. ആൻസർ: ഇൻ ദി ബീക്കർ എ, ദി കൊളോക്കേഷ്യ petiole is shrunken due to the exosmosis. Water moves from the petiole into the beaker, so that the solution which is present in the beaker should be hypertonic solution. But in the beaker B, the petiole becomes swollen and bent outwards. That shows that water from the beaker entered into the petiole. This shows that
the beaker containing hypotonic solution and the petiole is having hypertonic solution, so that water enters from the beaker into the petiole by the process of endosmosis. തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക, ആൻസറും പകർത്തി എഴുതുക, നന്നായി പഠിക്കുക, നല്ലത് വരട്ടെ. Thank you very much. Subscribe Raju Science World for more videos.